ഹലോ. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെയർ കെയറുമായിട്ടാണ്. അപ്പൊ ഞാൻ ഓൾറെഡി എന്റെ മുടിയൊക്കെ നല്ല ഓടക്കാലത്ത് നല്ല ഇതായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഗൈസ്, നമുക്കിത് ചെയ്യേണ്ട ജോലി എന്ന് വെച്ചാൽ ദാ ഈ ക്രീം ഈ ക്രീം അപ്ലൈ ചെയ്യുക. ഈ ക്രീം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇതിന് വേണ്ടുന്ന സാധനം എന്ന് വെച്ചാൽ കുറച്ച് ചോറ്, പിന്നെ കുറച്ച് കറ്റാർവാഴ ജെല്ല്. അതിപ്പോൾ കടയിൽ നിന്നായിക്കോട്ടെ വീട്ടിലുള്ളതായിക്കോട്ടെ ഏതായാലും കുഴപ്പമില്ല. പിന്നെ ഒരു 2 സ്പൂൺ ഓയിൽ, നിങ്ങൾ ഏത് എണ്ണയാണോ തലയിൽ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു 2 സ്പൂൺ, പിന്നെ കുറച്ച് തൈര്. ഇത്രയും കൂടെ ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചതിന് ശേഷം നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ തലയിൽ എന്തോന്ന് താര മാറും, പേന് മാറും, അങ്ങനെയൊന്നും ഞാൻ പറയില്ല. നമ്മുടെ മുടിയില്ലേ, ഈ പരപരപ്പൻ മുടി ഒന്ന് സോഫ്റ്റ് ആവും. തേച്ചതിന് ശേഷം ഷാമ്പു വെച്ച് കഴുകി കളയണ്ട. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അല്ലാതെ വെള്ളത്തിൽ വെച്ച് തന്നെ ഓൺ വാഷ് ചെയ്താൽ തന്നെ അതങ്ങ് പോവാറുണ്ട്. അപ്പം ഇത് ഇട്ടതിന് ശേഷം വലിയ റിസ്ക് ഉള്ള പണിയൊന്നുമില്ല. ഷവറിന്റെ മുമ്പ് ഇങ്ങനെ നിന്നാൽ മതി, എല്ലാം മാറിക്കൊള്ളും. പിന്നെ ഇടയ്ക്ക് ഒരു മസാജ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കൺസിസ്റ്റൻസി കണ്ട നമ്മുടെ മറ്റേ സ്മൂത്തനിങ് ക്രീം ഇല്ലേ, അതേപോലെ തന്നെ ഇരിക്കുന്നത് നല്ല രസമാണ്. കണ്ട, നിനക്കത് എടുക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ ഒട്ടും വെള്ളവും ചേർത്തിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ ചേരുവകൾ മാത്രം ചേർത്താണ് അരച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇത് അപ്ലൈ ചെയ്യണം. എൻ്റെ അവിടെ കണ്ണാടി ഉണ്ട്, അപ്പൊ ഞാൻ അതൊന്ന് നോക്കി ചെയ്യട്ടെ. കണ്ട, കുറച്ച് മെസ്സി ആവും. അപ്പൊ വീട്ടിൽ ഇടുന്ന ഡ്രസ്സ് മാത്രം ഉപയോഗിച്ച് ഈ ക്രീം ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. ക്രീം എന്ന് ഞാൻ എപ്പോഴും പറയുന്നത് ഈ പാക്ക് ഇടാൻ ശ്രദ്ധിക്കുക. വീട്ടിൽ ഇടുന്ന ഡ്രസ്സ് മാത്രം ഉപയോഗിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടാണ് ഈ ക്രീം ഇടാൻ, അല്ല ഈ പാക്ക് ഇടാൻ, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ മെസ്സി ആവും കേട്ടോ. അപ്പൊ അതിന്റെ മുടി കഴിപ്പ് ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. ഹെയർ ഇങ്ങനെയാണുള്ളത്. എൻ്റെ വലിയ ഡ്രയർ ഇല്ല, അല്ലായിരുന്നെങ്കിൽ ഞാൻ നല്ല ഉണക്കിയിട്ട് കാണിച്ചു തരുമായിരുന്നു. നല്ല ഉണക്കിയിട്ട് എന്നുവെച്ചാൽ നമ്മുടെ തലയിൽ നന്നായിട്ട് ഉണക്കിയിട്ട് നല്ലൊരു പറന്ന് കിടക്കുന്ന ഇതാവില്ലേ, അപ്പോഴാണ് നമുക്ക് നന്നായി മനസ്സിലാവും. ഇപ്പൊ തന്നെ നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ മുടിക്ക് ഒരു ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നുണ്ട്, പേഴ്സണലി എനിക്ക് നന്നായിട്ട് തുടങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ നല്ലൊരു സോഫ്റ്റ്നെസ്, സ്മൂത്ത്നെസ് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ആഴ്ചയിൽ 2 വട്ടമെങ്കിലും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം, ഒരു തവണയെങ്കിലും ചെയ്താൽ മതി. പക്ഷേ മുടിക്ക് നല്ലൊരു ഇതായിരിക്കും കേട്ടോ, നല്ലൊരു സോഫ്റ്റ്നെസ് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് തോന്നുന്നതാണ് എനിക്ക് തോന്നുന്നത്, മനസ്സിലാവണത്. അപ്പൊ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇതിനേക്കാൾ ഇച്ചിരി കൂടെ നമുക്ക് സോഫ്റ്റ്നെസ് തോന്നും. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്തെങ്കിലും കമന്റ് ഇട്ടേക്കണം. പോസിറ്റീവായാലും നെഗറ്റീവായാലും ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ എന്ത് അഭിപ്രായവും ഞാൻ സ്വീകരിക്കും. അപ്പം ഓക്കെ, ബൈ.